നമസ്കാരം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മൈനോറിറ്റി അഡ്വൈസറി സെൽ എന്നൊരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തവേ നരേന്ദ്രമോദി സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ നിലംപതിക്കുമെന്നുള്ള വാഗ്ദാനം അവർക്ക് നൽകിയിട്ടുണ്ട്. വാഗ്ദാനം എന്ന് തന്നെ പറയണം, അത്തരത്തിലുള്ളൊരു ഉറപ്പ് പോലെ അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. BJPയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ ഇത്തരമൊരു ഉറപ്പ് നൽകിയതിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ BJP രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രസ്താവനകളെയൊക്കെ അവഗണിച്ചു വിടുകയാണ് പതിവ്. പക്ഷേ പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിക്കണം, സാധാരണ രാഹുൽ ഗാന്ധി ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരം ഉറപ്പുകളൊക്കെ നടത്തുന്നത് ഏതെങ്കിലും പൊതുവേദിയിൽ ഏതെങ്കിലും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോഴോ അങ്ങനെയുള്ള അവകാശവാദങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഉറപ്പ് പോലെ നൽകുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. അതും ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് എന്നൊക്കെ പറയുന്ന അടഞ്ഞ വാതിലിന് പുറകിലുള്ള ഒരു സമ്മേളനത്തിൽ, അവരുടെ ഒരു ചുരുക്കം ചില ആളുകൾ മാത്രം പങ്കെടുത്ത സമ്മേളനത്തിൽ, വിശ്വസ്തർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൈനോറിറ്റി അഡ്വൈസറി കൗൺസിലിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ പങ്കെടുത്ത ഒരു യോഗത്തിൽ ആണ് ഈ ഉറപ്പ് നൽകപ്പെട്ടത്. ഈ ഉറപ്പ് നൽകപ്പെട്ടതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് എന്തെങ്കിലും ഭയമുണ്ടാകേണ്ട കാര്യമുണ്ടോ? നരേന്ദ്രമോദി സർക്കാരിന് അധികാരത്തെ സംബന്ധിച്ച് യാതൊരു ഭയവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം പ്രത്യക്ഷ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ വളരെ സുദൃഢമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പ്രശ്നം ഭാരതീയർക്കാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്ത് ഈ ജെൻസി കലാപം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അത്തരത്തിലുള്ള കലാപങ്ങളും കുഴപ്പങ്ങളും എങ്ങനെയെങ്കിലും ഒന്ന് സൃഷ്ടിച്ചെടുക്കുവാനായി നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു ആത്മവിശ്വാസം, അങ്ങനെ കുഴപ്പങ്ങൾ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും, പല ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിലും ഇനി എന്നെക്കൊണ്ടത് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം വരുവാനുള്ള കാരണം കേരളത്തിലെ വിജയമാണ്. തമിഴ്നാട്ടിലെ വിജയമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തമിഴ്നാട്ടിലെ വിജയം കേരളത്തെക്കാൾ ഒരല്പം വ്യത്യസ്തമാണ് കേരളത്തോട് താരതമ്യം ചെയ്യുമ്പോൾ. കാരണം തമിഴ്നാട്ടിൽ മന്ത്രിസഭയിൽ അംഗത്വം കോൺഗ്രസ്സിന് വളരെ കാലത്തിന് ശേഷം ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ്സിന് അധികാരമില്ലാത്തൊരു കാലം ഉണ്ടായതിന് ശേഷം 68 വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, മന്ത്രിസഭയിൽ കോൺഗ്രസ്സിന് ഒരു പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള അധികാരം തമിഴ്നാട്ടിൽ കോൺഗ്രസ്സിന് ഉണ്ടായി വന്നിരിക്കുന്നു ഏറെ കാലങ്ങൾക്ക് ശേഷം. ഇത്തരത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത് രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ള കാര്യത്തിൽ. ഈ രാജ്യത്ത് എങ്ങനെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കും? കേരളത്തിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുപോയി അവിടെ എന്തെങ്കിലും ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതാണോ രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്? രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്ന് ആരെയും കൊണ്ടുപോകേണ്ട കാര്യമില്ല. കേരളത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു സാമ്പത്തിക പിന്തുണ മാത്രം ഉണ്ടായാൽ മതി. അതുണ്ടാവുകയും ചെയ്യും. കാരണം ഇനിയുള്ള കാലത്ത് ഒരു 5 വർഷക്കാലത്തേക്ക് കൃത്യമായിട്ട് കേരളം തെലങ്കാന പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറുവാൻ പോവുകയാണ്. ആ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ആളുകളെ കണ്ടെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസവും ഞാനൊന്ന് മേലോട്ടമായി പറഞ്ഞു പോയിരുന്നു. തമിഴ്നാട്ടിൽ ഈ ജിഹാദി പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ് നടക്കുന്നത്. കേരളത്തിൽ എന്ന് ഈ ജിഹാദി പ്രവർത്തനം തുടങ്ങി ഒരുപക്ഷെ അതിനും കുറച്ചു കാലം മുൻപ് തമിഴ്നാട്ടിൽ ഇത് തുടങ്ങിയിരുന്നു. 1998 മറ്റോ ആണെന്ന് തോന്നുന്നു, വർഷം കൃത്യമായി ഓർമ്മയില്ല. ബോംബെ സിനിമ ഇറങ്ങിയപ്പോൾ മണിരത്നത്തിൻ്റെ വീടിന് നേരെ ഉണ്ടായ ബോംബാക്രമണം, ഈ പഴനി ബാബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജിഹാദി പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം പുറം ലോകം അധികം ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ തമിഴ്നാട്ടിൽ ആഴത്തിൽ വേരോടുന്ന തരത്തിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന വലിയൊരു ജിഹാദി ശൃംഖലയുണ്ട്. അത് കേരളത്തിലെ അത്രയും സുദൃഢമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി അവർ സുദൃഢമല്ല. പക്ഷേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു ലക്ഷ്യം വെച്ച് ആരെങ്കിലും അവരെ സമീപിക്കുകയാണെങ്കിൽ, അവരുടെ മതപരമായ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തെക്കാൾ ശക്തമായൊരു ശൃംഖല അവർക്കുണ്ടെന്ന് പറയേണ്ടി വരും. ആ ശൃംഖലയെ വിനിയോഗിക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസവുമായിരിക്കാം രാഹുൽ ഗാന്ധിയെ ഇതിന് പ്രേരിപ്പിച്ചത്. ഈ തമിഴ്നാടിനെ എടുത്തു പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ നീറ്റ് സംബന്ധിച്ച്, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നൊരു വിഷയം ഈ സമീപകാലത്ത് വളരെ വിവാദമായി ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പരീക്ഷ കുറേ കൂടി കൃത്യമായി കാര്യക്ഷമമായി നടത്തുവാനുള്ള സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അടുത്ത പരീക്ഷകൾ മുതൽ അത് നടപ്പാക്കുകയും ചെയ്യും. പക്ഷേ നീറ്റിൻ്റെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നീറ്റിനെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ സ്വകാര്യ കോച്ചിങ് സെൻറ്ററുകൾ പൂർണ്ണമായും ഈ നീറ്റിനെതിരാണ്. അവരുടെ ഒരു പ്രവർത്തനത്തെ, വ്യവസായത്തെ, വ്യാപാരത്തെ തന്നെ മുഴുവനായി ബാധിക്കുന്ന ഒരു
സംഗതിയാണ് ഈ നീറ്റ് എന്ന് പറയുന്നത്. മുഴുവനായി രാജ്യം മുഴുവനായി ഒരൊറ്റ പരീക്ഷ എന്നുള്ളത് അവരുടെ വ്യവസായത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പണമിറക്കി ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കി പലപ്പോഴും ഇതിൻ്റെ പഠനം വളരെ ദുഷ്കരമാണെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ച് നിരവധി ആത്മഹത്യകളുണ്ട് എന്നുള്ള ഒരു കണക്ക് പെരുപ്പിച്ച് കാട്ടി ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ. ഇതിനോടകം തന്നെ തമിഴ്നാട് സർക്കാർ നേരിട്ട് തന്നെ MK സ്റ്റാലിൻ്റെ കാലത്ത് നേരിട്ട് തന്നെ കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി വരെ പോവുകയും നീറ്റ് ഒഴിവാക്കുവാൻ സാധ്യമല്ല എന്നുള്ള വിധി സമ്പാദിച്ച് പരാജയപ്പെട്ട് തിരികെ വരികയും ചെയ്തു. ഇതാണ് അതിൻ്റെ നീറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലുള്ള പ്രശ്നങ്ങൾ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതും തമിഴന്മാരെ വൈകാരികമായി സ്വാധീനിക്കുവാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുവാൻ ഈ ജിഹാദി ശൃംഖലയെ ഉപയോഗിക്കാം. ജിഹാദി ശൃംഖല മാത്രമല്ല, മറ്റൊരു സംവിധാനം കൂടി തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് ലഭ്യമാണ്. അത് ഈ ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയയാണ്. ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന എനിക്കുണ്ടേലെന്ന എനിക്കിന്നെ ഇല്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് വഴിയിൽ വെള്ളയും ഇട്ട് മൈക്കിൽ പാടുന്ന പാസ്റ്റർമാരെ മനസ്സിൽ കാണരുത് പ്രേക്ഷകർ. അവിടെയുള്ള ക്രിസ്ത്യൻ മതപരിവർത്തന മാഫിയ യഥാർത്ഥ മാഫിയ തന്നെയാണ്. ഒരു എസ്രാ സർഗുണം, ജഗത് കസ്പർ തുടങ്ങിയ പാസ്റ്റർമാർ ശരിക്കും അധോലോക നായകന്മാർ തന്നെയായിരുന്നു. ജഗത് കസ്പർ ഇപ്പോൾ അധികം പൊതുമണ്ഡലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ ജഗത് കസ്പറിൻ്റെ ഇടപെടലിൽ വളരെ അക്രമാസക്തമായൊരു പ്രക്ഷോഭമായിരുന്നു തൂത്തുക്കുടി പ്രക്ഷോഭം. 10-11 പേർ പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കിയത് ഈ ജഗത് കസ്പർ എന്ന പാതിരി ആ പ്രക്ഷോഭത്തിൽ ഇടപെട്ട് തുടങ്ങിയതിന് ശേഷമാണ്. ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൂടി രാഹുൽ ഗാന്ധിക്ക് തമിഴ്നാട്ടിൽ ലഭ്യമാണ്. തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ് എന്ന് കരുതുക. കേരളത്തിൽ അതിൻ്റെ അനുരണങ്ങളുണ്ടാകും. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ അതിനെതിരെ പ്രതികരിക്കും. കേരളത്തിലെ ആളുകൾ പ്രതികരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തെക്കേ ഇന്ത്യയിൽ ബൗദ്ധിക കേന്ദ്രമാണ് കേരളം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. കാരണം മലയാളി ഭയങ്കര പ്രബുദ്ധനാണ്, മലയാളി ഈസ് ഡിഫറെൻറ്റ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ റീൽസുകളായി ഇത് പരക്കും. സോഷ്യൽ മീഡിയ റീൽസ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലേക്ക് വീണ്ടും ഒന്ന് കണ്ണോടിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ റീൽസിലൂടെ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പരിപാടിക്ക് ഏറ്റവും വിദഗ്ധർ തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസ് സഖ്യകക്ഷിയാക്കി അധികാരത്തിലിരിക്കുന്ന വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ IT സെൽ തന്നെയാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ ഈ റീൽസ് എല്ലാം പ്രചരിപ്പിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള വ്യക്തമായൊരു പദ്ധതി രാഹുൽ ഗാന്ധിയുടെ മനസ്സിലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നവരുടെ, രാഹുൽ ഗാന്ധി ആരാണോ മുൻനിർത്തി ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നത് അവരുടെ മനസ്സിലോ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. അതിനെ പ്രതിയാണ് രാഹുൽ ഗാന്ധി 1 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നിലംപതിക്കുമെന്നുള്ള ഉറപ്പ് ജിഹാദികൾക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ഭയപ്പെടുക തന്നെ വേണം. നരേന്ദ്രമോദി സർക്കാർ നിലംപതിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റേബിളായിട്ടുള്ള തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ പോകുന്നത്. അതിൻ്റെ ഒരു അടിത്തറ ശക്തമാണ്. പക്ഷേ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് സാധാരണ ജനങ്ങളാണ്. സർക്കാരിന് ഒരുപക്ഷെ കുഴപ്പങ്ങൾ ഉണ്ടായതിനു ശേഷം നടപടികളെടുത്ത് കുറ്റക്കാരെ ശിക്ഷിക്കാം. ഒരുപക്ഷെ വെടിവെപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ പേരിൽ അടുത്ത കുഴപ്പങ്ങളുണ്ടാകും. 10 പേർ മരിച്ചു. തൂത്തുക്കുടി സംഭവത്തിൻ്റെ പേരിലാണ് AIADMK സർക്കാർ മുഴുവനായി നിലംപതിച്ചത്. കാരണം എടപ്പാടി പളനിസ്വാമി വലിയൊരു ജയലളിതയുടെ അത്രയും മികച്ചൊരു ഭരണാധികാരി അല്ലായിരുന്നെങ്കിൽ പോലും ഒരുവിധം സർക്കാർ സംവിധാനങ്ങളെ നിയന്ത്രിച്ച് തൻ്റെ ഒരു വരുതിയിലാക്കി കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. ഈ തൂത്തുക്കുടി കലാപം ഉണ്ടാകുന്നത് വരെ സ്റ്റെർലൈറ്റിനെതിരെ, സ്റ്റെർലൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ചതിയാണ്. അത് മറ്റൊരവസരത്തിൽ വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു പ്രത്യേക വിഷയമാണ്. എന്നാലും ഒന്ന് മേലോട്ടമായി പരാമർശിച്ചു പോകുന്നു മാത്രം. പക്ഷേ ഈ തൂത്തുക്കുടി സംഭവത്തോടു കൂടിയാണ് എടപ്പാടിയുടെ മേലൊരു പ്രതിച്ഛായയ്ക്ക്, എടപ്പാടി അതുവരെ വലിയ പ്രതിച്ഛായൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അധികമൊന്നും കളങ്കമേൽക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു. കളങ്കമെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കൈക്കൂലി വാങ്ങില്ല, മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു എന്നൊന്നുമല്ല. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എടപ്പാടി പളനിസ്വാമിയുടെ സർക്കാരിൻ്റെ മേൽ ഒരു കറുത്ത പാട്, വലിയൊരു കറുത്ത പാട് പൂശിയത് ഈ തൂത്തുക്കുടി സംഭവമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തെന്നിന്ത്യ മുഴുവൻ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കും. വടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഉത്തർപ്രദേശിൽ ഇടക്കാലത്തൊരു ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചിരുന്നെങ്കിൽ പോലും യോഗി സർക്കാർ അതിനെയെല്ലാം വൃത്തിയാക്കി തുടച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലും അതുതന്നെയാണ് സ്ഥിതി. പക്ഷേ ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ താഴെ വീഴില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത നടപടി എന്തായിരിക്കും? കട്ടിംഗ് സൗത്ത് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുവരും.
തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേക രാജ്യമാകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പണമെടുത്താണ് വടക്കേ ഇന്ത്യക്കാർ സുഖിക്കുന്നത്, ഞങ്ങളാണ് കൂടുതൽ പണം നൽകുന്നത് എന്നുള്ള വ്യാജ പ്രചരണങ്ങളുമായി വീണ്ടും മുന്നോട്ട് വന്ന് ഈ ഒരു വിഘടനവാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരും. കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ദീർഘകാലത്തേക്കുള്ള ഫലം അവർക്ക് ലഭിക്കുമോ? ഇല്ല. പക്ഷേ താൽക്കാലികമായ കുഴപ്പങ്ങൾ ഇങ്ങനെ നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടിരുന്നാൽ പുറത്തുള്ള ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാക്കന്മാരുടെയോ പുറത്തുള്ള മേലാളന്മാരുടെ ഉദ്ദേശം നടക്കും. അതിൽ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഭാരതത്തിൻ്റെ വികസനത്തിന് കഴിയുന്നിടത്തോളം കഴിയുന്ന ഇടങ്ങളിലെല്ലാം തടയിടുക. അത് നടക്കുമല്ലോ. അത്രയുമേ ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം, ഈ 2026 എന്ന വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറയുന്നത് അത്ര സുഖകരമായൊരു വർഷമായിരിക്കില്ല ഇത് ഭാരതത്തിനും ലോകത്തിനും പൊതുവേ തന്നെ. ഭാരതത്തെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കുഴപ്പങ്ങളുടെ ദിവസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ കുഴപ്പങ്ങളുടെ പിന്നിൽ രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയായിരിക്കും പ്രധാന കാരണമായി ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ദൗർഭാഗ്യമാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാം, രാഹുൽ ഗാന്ധിയെ പിടിച്ചകത്തിട്ടാൽ പ്രശ്നങ്ങൾ തീർന്നില്ലേ? ജനാധിപത്യ രാജ്യത്ത് അത് അത്ര സർവ്വസാധാരണമായി സാധ്യമാകുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് കോടതികളുടെ ഇടപെടലുകളെല്ലാം ഉണ്ടാകുമ്പോൾ. പിന്നെ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയെ ഫാഷിസ്റ്റ് എന്ന് എ റഹീമിനെ പോലുള്ളവർ നിലവിളിച്ച് കൂവി അത്തരത്തിലൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ ഉന്നയിക്കുമെങ്കിലും ഇന്ദിരാഗാന്ധിയൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അടിയന്തരാവസ്ഥ എന്നൊരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയി അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച നരേന്ദ്രമോദി കഴിയുന്നിടത്തോളം അത്തരത്തിലൊരു നടപടി എടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി ഒരു അല്പം അധികം മാന്യനാണ്, ഒരു കടന്ന രീതിയിൽ മാന്യനാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക അതൊന്നും പ്രായോഗികമായ കാര്യമല്ല. പ്രായോഗികമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയവാദികളായ ജനങ്ങൾ ജാഗ്രത പുലർത്തുക. വരുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ സ്ഥിരം ഭാവി പ്രധാനമന്ത്രിയെ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസങ്ങൾ അനാവശ്യമായി അദ്ദേഹത്തിന് നൽകാതിരിക്കുക. അതായത് അടപടലം തോൽപ്പിച്ച് വീട്ടിലിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് കമൻറ്റുകളിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.